ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് റമദാൻ മുബാറക്. ഇന്നത്തെ ഇഫ്താറിന് ഞാൻ 2 സ്നാക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്കാട്ടോ. അപ്പോൾ ഇതിലൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. നമ്മളെ മുളക് ബജി ഉണ്ടല്ലോ, മുളക് ബജി എരിവില്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഇതിൽ അതിനൊരു ടിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് വീഡിയോ കണ്ടോക്കട്ടെ. വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 4 ബജിമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അരിയൊക്കെ കഴുകി ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അരി കളഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അരിയോട് കൂടിയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്പ് ഉണ്ടല്ലോ, അത് സീക്രട്ട് ഉണ്ടല്ലോ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എരിവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 പീസ് ബെല്ലവും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുമാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ ബജിമുളകിൻ്റെ അകത്തേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് ചെറിയ പീസ് ബെല്ലമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പേസ്റ്റാക്കാൻ വേണ്ടത് കേട്ടോ. എന്നിട്ട് ഇത് ഇതിൻ്റെ മുളകിൻ്റെ അകത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു എരിവും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അരിയോട് കൂടി തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ അകത്ത് ഫില്ലാക്കാന്ന് പറഞ്ഞാൽ ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കണം കേട്ടോ. ഇത് കഴിഞ്ഞാൽ ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. അതിന് ഞാൻ കടലമാവ് ഉണ്ടല്ലോ, 1 കപ്പ് കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക്, പിന്നെ കുറച്ച് പെപ്പർ, കുറച്ച് മഞ്ഞൾ, കുറച്ച് ഗരം മസാല, ഇതൊക്കെ ചേർത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ, നന്ന തിക്കല്ല നന്ന ലൂസും അല്ലാത്ത രീതിയിൽ ഒരു ബാറ്റർ റെഡിയാക്കണം കേട്ടോ. ഇതിൽ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കലക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ബാവ് ബണ്ണാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിന് പാൽപ്പൊടിയും ഈസ്റ്റൊക്കെ കൂട്ടിയിട്ട് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് കുഴച്ച് വെച്ചതാണ്. 1 മണിക്കൂർ മുമ്പ് കുഴച്ചതാണ് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുത്തിട്ട് ഓരോ കട്ട് ചെയ്യണം കേട്ടോ. ഒരു കട്ടറോട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ബോട്ടിലിൻ്റെ അടപ്പ് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ആ കട്ടർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിലിൻ്റെ അടപ്പ് കൊണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ റൗണ്ടില്ലേ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ബണ്ണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ആവിയിൽ വേവിച്ചെടുക്കല്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അറിയാത്തവർക്ക് ഒരു ഉപകാരമായിട്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബണ്ണാണ് ഇത് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആവിയിൽ ബണ്ണ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബണ്ണും ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഫില്ലിങ് വരുന്നത് മറ്റേ നമ്മൾ സ്ട്രിപ്സില്ലേ, ചിക്കൻ സ്ട്രിപ്പ്, അത് വെച്ചിട്ടും പിന്നെ ചിക്കൻ ഞാനിവിടെ വീട്ടിൽ ചെയ്യുന്ന ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് 2 ചിക്കനിലും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സ്ട്രിപ്പാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് കേട്ടോ. ഈ ചിക്കൻ സ്ട്രിപ്പില്ലേ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിട്ടുന്നില്ലേ, KFC പോലത്തെയൊക്കെ ഫ്രൈഡ് ചിക്കന്, അത് ഫ്രൈ ചെയ്തിട്ട് ഞാനിങ്ങനെ പീസാക്കി എടുത്തിട്ടാണുള്ളത്. പിന്നെ ഇത് ഡൈനാമൈറ്റ് ബാവ് ബണ്ണാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ മയനൈസും 2 മുട്ടൻ്റെ മയനൈസും പിന്നെ അതിലേക്ക് റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും അതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാവ് ബണ്ണ് ആദ്യം ഒന്ന് ചിക്കൻ വെച്ച് കൊടുക്കുക, പിന്നെ നമ്മൾ ഈ മയനൈസും ഇട്ട് കൊടുക്കുക, പിന്നെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക, ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി അതിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, ഇല്ലെങ്കിൽ ഫസ്റ്റ് നമ്മളെ പിന്നെ മയനൈസ് വെച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 ചിക്കനിലും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ചിക്കനിലും ഞാൻ വീട്ടിൽ ഫ്രൈ ചെയ്ത ചിക്കനും പിന്നെ മറ്റേ ചിക്കൻ സ്ട്രിപ്സും രണ്ടും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ. ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കല്ലേ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് കേട്ടോ. ഇങ്ങനെയും ഉണ്ടാക്കി നോക്കി നോക്ക്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്ക് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ റെഡിയായി. ഇനി നമ്മളെ ബജ്ജി മുളക് പൊരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലും ഞാനൊരു ട്രിക്ക് പറയാമെന്ന് വെച്ചാൽ, പൊരിക്കുന്നതിൽ ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മളെ ബജ്ജി മുളക് മുക്കാൻ കണക്കായിട്ടുള്ള ഒരു ഗ്ലാസ് എടുക്കാൻ, ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ മുക്കിയെടുത്തതിനുള്ള ഈസി ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ബജ്ജി മുളക് ഭയങ്കര വലുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആകുന്നില്ല, വലിയ ഗ്ലാസ് ഇല്ലാണ്ടായിപ്പോയി. ഞാൻ എന്താക്കി ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളെ നോമ്പ് മുറേൻ്റെ ടൈം ആയിട്ടാ, നോമ്പ് മുറി എടുക്കാനായി, ടൈം ആവാനായി. അപ്പോൾ എല്ലാം കൂടി സെറ്റാക്കിയിട്ട് ജ്യൂസൊക്കെ ഒഴിച്ചിട്ട്, ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇത് ഓൾറെഡി ജ്യൂസ് വാങ്ങിയതുണ്ടായിരുന്നു റെഡിമെയ്ഡ്. ഇത് ഫ്രഷ് ജ്യൂസ് തന്നെയാണ്, നല്ല ടേസ്റ്റുള്ള ജ്യൂസ് തന്നെയാണ് കേട്ടോ. മിക്സ്ഡ് ജ്യൂസ് വന്നിട്ട് ഇത്. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നോമ്പ് മുറിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.